എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് പുതിയ വിജ്ഞാപനങ്ങൾ വന്നിരുന്നു. നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ ഒരു ലൈവ് ചെയ്തിരുന്നു. അപ്പോൾ അതിനിടയിൽ ഒരുപാട് സംശയങ്ങളുണ്ട് കുട്ടികൾക്ക്. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, സിലബസ് എന്താണ്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, ഇതൊക്കെ ഒരുപാട് സംശയമുണ്ട്. അപ്പോൾ അതന്നെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്യാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇതിൽ ഏകദേശം 420 കൂടുതൽ വേക്കൻസികളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 38ഓളം പോസ്റ്റുകളിലായിട്ട് 400ലധികം വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു LD ക്ലർക്ക്. 1/2025 എന്ന കാറ്റഗറി നമ്പറിലാണ് LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 36 വേക്കൻസിയാണ് ഇതിന് ഉള്ളത്. അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് +2ഉം അതേപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. DCA വേണോ, PGDCA വേണോ, അങ്ങനെയൊക്കെ ഒരുപാട് സംശയം പറയുന്നുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് ഒരു കോഴ്സ് എന്നല്ല പറയുന്നത്, കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം എന്നേ പറയുന്നുള്ളൂ. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ +2ന് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരോ, BCAയോ അല്ലെങ്കിൽ DCA ക്വാളിഫിക്കേഷനോ, PGDCAയോ വാട്ടെവർ, നിങ്ങൾക്കൊരു സർട്ടിഫൈഡ് കോഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിലും അതല്ലാതെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകമായിട്ട് ഏതെങ്കിലും കോഴ്സ് പഠിച്ചിരിക്കണം എന്നിവിടെ പറയുന്നില്ല. പക്ഷേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ജനറൽ വിഭാഗക്കാർക്ക് 500 രൂപയും SC/ST വിഭാഗക്കാർക്ക് 250 രൂപയുമാണ് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. ഇതൊരു PSC ആപ്ലിക്കേഷൻ അല്ല, ദേവസ്വം ബോർഡ് വിളിക്കുന്ന ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഫീ ഉണ്ട്. മാത്രമല്ല, നമ്മൾ PSC അപ്ലൈ ചെയ്യുന്ന പോലെ തുളസി പോർട്ടൽ വഴിയല്ല അപ്ലൈ ചെയ്യുന്നത്. ഇതിന് വേറെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, kdrb.kerala.gov.in. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനു മുൻപ് ദേവസ്വം ബോർഡ് വിളിച്ചിട്ടുണ്ട്, ഒരുപാട് പരീക്ഷകൾ വിളിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ അനുസരിച്ച് ഈ പ്രൊഫൈലിൽ കയറാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും. എന്നാൽ ഇതുവരെ ക്രിയേറ്റ് ചെയ്യാത്തവരാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറി പുതിയൊരു പ്രൊഫൈൽ നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്യുക. അതിന് ഫോട്ടോയും സിഗ്നേച്ചറും അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും കൊണ്ട് നിങ്ങൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റിലേക്ക് എലിജിബിൾ ആയിട്ടുണ്ടോ നിങ്ങളതെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും ഒരുപാട് എറർ ഈ ഒരു ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട്. അത് ഒരു മെയിൻ്റനൻസിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് എററുകളൊക്കെ കാണിക്കുന്നത്. അതൊരു 3 ദിവസത്തിനുള്ളിൽ ക്ലിയർ ആക്കി തരും എന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എറർ ഇല്ലാതെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ ഇല്ലാത്തവർ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് അപ്ലൈ ചെയ്യാം. അടുത്തൊരു നോട്ടിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് സാനിറ്റേഷൻ വർക്കറാണ്. അത് 3/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് വിളിച്ചിരിക്കുന്നത്. 116 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് കേട്ടോ. എല്ലാ വേക്കൻസിയും വന്നിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ്. 116 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 7ാം ക്ലാസ് ആണ് ഇതിന്റെ യോഗ്യത പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7ാം ക്ലാസ്, അതായത് നമ്മുടെ PSC വിളിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു LGS ലെവലിൽ ആ ഒരു സിലബസ് അനുസരിച്ചിട്ടുള്ള പരീക്ഷയായിരിക്കും ഉണ്ടാവുക. ഇതിനും അപ്ലൈ ചെയ്യാൻ എമൗണ്ട് ഉണ്ട്, പൈസ അടയ്ക്കണം. 300 രൂപയാണ് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർ. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 150 രൂപയും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ വന്ന അടുത്തൊരു നോട്ടിഫിക്കേഷനാണ് 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് 7/2025 എന്ന കാറ്റഗറി നമ്പറിൽ റൂം ബോയ് ആണ്. അവിടെ 118 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതും അപ്ലൈ ചെയ്യാനായിട്ട് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 300 രൂപയും SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 150 രൂപയുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ എമൗണ്ട്, അതായത് ഓരോന്നിനും ഓരോ എമൗണ്ട്. ഇപ്പം ഈ പറഞ്ഞ 3 എണ്ണത്തിന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരാണ് എങ്കിൽ LD ക്ലർക്കിന് 500 രൂപ, റൂം ബോയ് 300 രൂപ, സാനിറ്റേഷൻ വർക്കർ 300 രൂപ. ഇങ്ങനെ വേറെ 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 നിങ്ങൾ എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങളതെല്ലാം നോക്കി
നല്ല വേക്കൻസി ഉള്ളതും കിട്ടാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 28 തീയതിയാണ്. അപ്പോൾ അവസാനത്തേക്കൊന്നും വെക്കരുത്. ഒരു വിഷുവിനൊക്കെ മുൻപായിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് പഠനം ഇപ്പോൾ തന്നെ തുടങ്ങാം. അപ്പോൾ ഇനി സിലബസ് എന്ന് വരും, ഇതൊക്കെയാണ് ഇനി കുറേ പേരുടെ സംശയം എന്ന് പറയുന്നത്. അപ്പോൾ സിലബസ് പരീക്ഷയ്ക്ക് ഒരു മാസം മുൻപ്, അതായത് അടുത്ത മാസം 15 തീയതിയാണ് പരീക്ഷ എങ്കിൽ ഈ മാസം 15 തീയതി കൃത്യം ഒരു മാസം മുൻപാണ് ദേവസ്വം ബോർഡ് സിലബസ് പ്രസിദ്ധീകരിക്കാറുള്ളത്. അപ്പോൾ ഇതിനു മുൻപ് നടന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കൊക്കെ നടന്ന പരീക്ഷയുടെ സിലബസ് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഏതൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാ പരീക്ഷകൾക്കും അല്ലെങ്കിൽ എല്ലാ പോസ്റ്റുകളിലേക്കുമുള്ള പരീക്ഷയിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ എക്സാം സെന്റർ ഏതായിരിക്കും എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എക്സാം സെന്റർ എവിടെയായിരിക്കും എന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നടത്തുന്നതായതുകൊണ്ട് തൃശ്ശൂർ തന്നെയായിരിക്കും സെന്റർ. പിന്നെ ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ജില്ലകളിലൊക്കെ കിട്ടും. ഇനി ചെറിയ ആപ്ലിക്കൻസിന്റെ എണ്ണം കുറവാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു തൃശ്ശൂർ ജില്ലയുടെ ഉള്ളിൽ തന്നെ നമുക്ക് സെന്റർ കിട്ടാനായിട്ടാണ് സാധ്യതയുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഡൗട്ടുകൾ. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ LD ക്ലർക്കിന് ഓൾറെഡി നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. കാരണം കഴിഞ്ഞ നവംബറിൽ ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ LD ക്ലർക്കിന്റെ വരും എന്നും വളരെ പെട്ടെന്ന് തന്നെ ഒഴിവുകളെല്ലാം നികത്തും, പരീക്ഷ നടത്തും എന്നൊക്കെ ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ പരീക്ഷ അല്ലെങ്കിൽ ഒരു 3 മാസത്തെ ഗ്യാപ്പിൽ തന്നെ പരീക്ഷ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ഏപ്രിൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ട തീയതികളാണ്. അത് കഴിഞ്ഞ് ഒരു 3 മാസം, അപ്പം നമ്മുടെ കയ്യിൽ ഏകദേശം ഇന്ന് മുതൽ നോക്കുകയാണെങ്കിൽ ഒരു 4 മാസത്തിനടുത്ത് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അപ്പോൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ ഇഷ്ടം പോലെ നമ്മുടെ സമയമുണ്ട്. ഓൾറെഡി PSC പരീക്ഷകളൊക്കെ അപ്പിയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കുറേ ഭാഗങ്ങളൊക്കെ കോമൺ ആയിട്ട് പഠിക്കാം. അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ LD ക്ലർക്കിനും അതേപോലെ തന്നെ റൂം ബോയ് സാനിറ്റേഷൻ വർക്കർ ഈ കോഴ്സുകൾക്കും, അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ LD ക്ലർക്ക് അതേപോലെ തന്നെ റൂം ബോയ് സാനിറ്റേഷൻ വർക്കർ ഈ ഒരു 7ാം ക്ലാസ് യോഗ്യതയുള്ള ഈ പോസ്റ്റുകളിലേക്കും കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ല രീതിയിലുള്ള പഠനം ആരംഭിക്കാം. അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് വന്നിട്ട് പഠിക്കാം, അല്ലെങ്കിൽ സിലബസ് വരട്ടെ എന്നിട്ട് നോക്കാം. പിന്നെ PSC പരീക്ഷയ്ക്കൊക്കെ പഠിച്ച കുറേ ഭാഗങ്ങളൊക്കെ തന്നെയല്ലേ, അപ്പോൾ അതൊന്ന് റിഫ്രഷ് ചെയ്താൽ മതി. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. എൻറ്റയർലി ഡിഫറൻറ്റ് തന്നെയാണ്. കോമൺ ആയിട്ട് കുറേ ഭാഗങ്ങളുണ്ട് എന്ന് തന്നെയുള്ളൂ. ക്വസ്റ്റിൻ്റെ പാറ്റേണിലൊക്കെ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയം തന്നെയാണ്. കഴിഞ്ഞ LD പരീക്ഷയും LGS പരീക്ഷയും ഒക്കെ കാര്യമായി പെർഫോം പറ്റാതെ പോയവരാണ് എങ്കിൽ നിങ്ങൾക്കുള്ള നല്ലൊരു അവസരമാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നവ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഇനിയും, അല്ലേ? ഏതൊക്കെ ഭാഗങ്ങളാണ്, എത്രയൊക്കെ ഡെപ്തിൽ പഠിക്കണം, അപ്പോൾ സിലബസിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ട്, ഇംഗ്ലീഷ് ഉണ്ടോ, മാത്സ് ഉണ്ടോ, ഇതൊക്കെ നിങ്ങളുടെ സംശയങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് ഒരു വെബിനാറുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ വെബിനാറിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ടാവും. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം തന്നെ, വെബിനാറിനെ കുറിച്ചിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം തന്നെ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ വെബിനാറിൽ പങ്കെടുക്കുക, നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറ്റി നല്ലൊരു രീതിയിൽ പഠനം ആരംഭിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ഇനിയും ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാം. താഴെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്